അവിടുന്ന് കണ്ണീരൊഴുക്കുകയാണ്. ആരും കരഞ്ഞു പോകില്ലേ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ട് നീ കരയേണ്ടതാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരും കരഞ്ഞു പോകില്ലേ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലും ആ ഖബർ കണ്ടങ്ങ് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഖബറിലെ അവസ്ഥ? എന്തായിരിക്കും ആ ഖബറിലെ ജീവിതം? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഖബറിനെ ഓർക്കുന്നുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ നമ്മളും പോയി കിടക്കേണ്ടതല്ലേ? കഴിഞ്ഞ ദിവസം സുബ്ഹാനല്ലാഹ് 4 വിദ്യാർത്ഥികൾ, കോളേജിൽ പഠിക്കുന്ന 4